സ്ത്രീയുടെ ചാരിത്രത്തിന് ഇസ്ലാം നൽകുന്ന, പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ നൽകുന്ന പ്രാധാന്യം മറ്റൊരു ഗ്രന്ഥത്തിലും തന്നെ കാണാൻ കഴിയില്ല. വ്യഭിചാരത്തെയും അതിലേക്ക് നയിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിലക്കിയതുപോലെ മറ്റൊരു നേതാവും വിലക്കിയതായി നമുക്ക് കാണാൻ കഴിയില്ല. സ്ത്രീകൾക്ക് വേണ്ടി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾ പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയതുപോലെ ഒരു കമ്മീഷനും നിർദ്ദേശിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല. അത്രമാത്രം ഇസ്ലാം സ്ത്രീകൾക്ക് ബഹുമാനം കൽപ്പിക്കുന്നുണ്ട്. പരിശുദ്ധരായ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായിരിക്കുന്ന ദീനുൽ ഇസ്ലാം സാർവകാലിക മതമാണ്. എല്ലാ കാലത്തേക്കും ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനതകൾക്ക് മാർഗം കാണിക്കുന്ന മതമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് സാർവകാലിക മതം എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നാണ് ഈ കാര്യം. അതുകൊണ്ട് തന്നെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരിയായ പ്രകൃതിയും സ്വഭാവരീതികളും അവരെക്കാൾ നന്നായി അറിയുന്ന ജഗനിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള നിയമങ്ങളാണ് നടപ്പാക്കിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു രാജ്യത്തെയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തെയോ ഒരു കാലത്തെയോ മാത്രം പരിഗണിച്ചതല്ല പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. ഇസ്ലാമിന്റെ നിലപാടുകൾ അങ്ങനെയാണ്. മറിച്ച് സർവകാലത്തിനും സർവ സാഹചര്യത്തിനും ഇണങ്ങുന്ന പ്രകൃതി മതമാണ് പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാം. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വളരെ കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തുർ റൂമിൽ കാണാം 30-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഫാഖിം വജ്ഹക ലിദ്ദീനി ഹനീഫാ ഫിത്രത്തല്ലാഹി അല്ലതീ ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ് ذلك الدين القيم ولكن أكثر الناس لا يعلمون. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫാഖിം വജ്ഹക ലിദ്ദീനി ഹനീഫാ. ഫാഖിം, നീ തിരിച്ചേക്കണം, വജ്ഹക നിന്റെ മുഖത്തെ. എന്തിലേക്കാ തിരിക്കേണ്ടത്? ലിദ്ദീനി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയ മതത്തിലേക്ക്, ദീനിലേക്ക്, ഇസ്ലാമിലേക്ക് തിരിക്കണം. ഹനീഫാ മാഇലം മിനൽ അദിയാനി കുല്ലിഹാ ഇലാ ദീനിൽ ഹഖ്. സർവ മതങ്ങളിൽ നിന്നും സർവ ഇസങ്ങളിൽ നിന്നും സർവ ആദർശങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് യഥാർത്ഥ സത്യമായ മതമേതാണോ അതിലേക്ക് ചാഞ്ഞവനായ രീതിയിൽ നിന്റെ മതത്തെ, നിന്റെ ദീനിനെ, നിന്റെ മുഖത്തെ തിരിച്ചുകൊള്ളണമെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിർത്തിയില്ല. ഫിത്രത്തല്ലാഹി ഫതറന്നാസ ജമീആ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രകൃതിയാകുന്ന ഈ പ്രകൃതി മതത്തെ നീ കൃത്യമായി പിൻപറ്റണം കേട്ടോ. ഫതറന്നാസ ജമീആ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രകൃതി മതമാകുന്ന ഇസ്ലാമിനെ എല്ലാ ജനങ്ങൾക്കും പാകമാകുന്ന രീതിയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, സംവിധാനിച്ചിട്ടുള്ളത്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം കേട്ടോ. അതുകൊണ്ട് മറ്റെല്ലാ ഇസങ്ങളിൽ നിന്നും ആദർശങ്ങളിൽ നിന്നും ഇസ്ലാം നിർമ്മിക്കാത്ത, ഇസ്ലാം പറയാത്ത വേഷ സാംസ്കാരിക മാർഗങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് നിന്റെ മുഖത്തെ പരിശുദ്ധമായ ഇസ്ലാമാകുന്ന ദീനിലേക്ക് തിരിച്ചുകൊള്ളണേ എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ലാ തബ്ദീല ലിഖൽഖില്ലാഹ് ലിഖൽഖില്ലാഹി ലിദീനില്ലാഹ്.
അതുകൊണ്ട് നീ അവിടെ മാറ്റം സംവിധാനിക്കാൻ പാടില്ല. കാലം മാറുമ്പോഴേക്ക് നിന്റെ വേഷം മാറാൻ പാടില്ല. ഇസ്ലാം നിശ്ചയിച്ച വേഷമുണ്ടോ ആ വേഷം തന്നെ നീ ധരിക്കേണ്ടതാണ്. ഇസ്ലാം എന്ത് സാംസ്കാരികമായ രീതിയിലാണോ ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത് ആ രീതി തന്നെ നീ സംവിധാനിക്കണം. ആ രീതിയിൽ തന്നെ നീ മുന്നോട്ട് പോകണമെന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു പറയുന്നത് ലാ തബ്ദീല ലി ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിനെ നീ മാറ്റം വരുത്താൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ഋജുവായ മതമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. പക്ഷേ വലാകിൻ അക്സറൻ നാസി ലാ യഅലമൂൻ, ജനങ്ങളിൽ നിന്ന് അധികം ആളുകളും ആ വിവരമൊന്നും അറിയാതെ ജീവിക്കുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും എവിടെയെല്ലാം ലംഘിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം അതിൻ്റെതായ പ്രതിസന്ധികൾ ഉണ്ടായിത്തീരും, അതിൻ്റെതായ പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് പഠിപ്പിക്കുന്നു. വർത്തമാനകാല സംഭവ വികാസങ്ങൾ നാം കാണുന്നില്ലേ? അതിന്റെ വ്യക്തമായ തെളിവാണത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. സിനിമാ ലോകത്തിന്റെ ഉള്ളറകളിൽ പടർന്നു പിടിച്ച ഈ മാരകമായ വൈറസുകളെ കുറിച്ച് ലോകം കേൾക്കുകയാണ്. പത്രത്തിലൂടെ, ടിവിയിലൂടെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, ടിൻഡറിലൂടെയൊക്കെ മനുഷ്യന്മാർ വാർത്ത കേൾക്കുകയാണ്. അതേ മാരകമായിരിക്കുന്ന വൈറസുകളെ കുറിച്ച് കേട്ട് സാംസ്കാരിക കേരളം ഞെട്ടുകയാണ്. എന്നാൽ അങ്ങനെ ഞെട്ടിയവരുടെ ലിസ്റ്റിൽ ദീനിന്റെ അഹ്ലുകാരുണ്ടാവുകയില്ല. കാരണം എന്താണെന്നറിയോ? ഈ ദുരന്തങ്ങൾ സ്വാഭാവികമാണെന്ന് അവർക്കറിയാം. അതേ ബ്രേക്കില്ലാതെ വാഹനം ഓടിക്കരുതെന്ന് പറഞ്ഞിട്ടും അത് ഓടിച്ചവന് അപകടമുണ്ടാകുന്നു എന്ന് കേട്ടാൽ ആരാണ് ഞെട്ടുക? ഇതുപോലെയാണ് ഈ വിഷയങ്ങളും. അത് സ്വാഭാവികമാണെന്ന് പറയും. കഥയറിയാത്തവർ മാത്രമേ ഞെട്ടുകയുള്ളൂ. ഇതുപോലെയാണ് പ്രകൃതി നിയമങ്ങൾ ലംഘിച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ ആ സംഭവം വിശദീകരിച്ചിട്ടുണ്ട്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ് ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. അതേ ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട്, ജനങ്ങളുടെ പ്രവർത്തനം കൊണ്ട്, അവരുടെ കൈകൾ പ്രവർത്തിച്ചതുകൊണ്ട്, അതേ ഈ കരയിലും കടലിലും സമുദ്രത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സുനാമി പോലെ പ്രകൃതി ദുരന്തങ്ങൾ ഇവിടെ സൃഷ്ടിച്ചു ഉണ്ടാക്കി. കാരണം എന്താണ്? ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അതേ സത്യത്തിൽ ഇന്ന് ലോകം നേരിടുന്ന സ്ത്രീവിരുദ്ധ സാഹചര്യങ്ങള് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതാണോ? അല്ല. കേവലം ഏതെങ്കിലും ചെറിയ കാരണങ്ങളുടെ പേരിൽ രൂപപ്പെട്ടതാണോ? അല്ല. നീണ്ട നാളുകളായി മുതലാളിത്തവും ലിബറലിസവും മതവിരുദ്ധ ആളുകളും ആ മതവിരുദ്ധ ശക്തികളും കൂടി രൂപപ്പെടുത്തിയെടുത്ത സർവത്ര സ്വാതന്ത്ര്യം എന്ന ചിന്തയാണ് ഇത്തരം സാഹചര്യത്തെ രൂപപ്പെടുത്തിയെടുത്തത്. മതങ്ങൾ പുരോഗമന വിരുദ്ധമാണെന്ന് ഈ കൂട്ടർ പാടി നടക്കുകയാണ്. ഇസ്ലാം സ്ത്രീകളെ മാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രമാത്രം അംഗീകരിച്ചവരോ ബഹുമാനിച്ചതോ മറ്റേതെങ്കിലും മതമുണ്ടോ? ഇല്ല. അന്യായമായൊരു നോട്ടം പോലും അവരുടെ നേരെ പാടില്ലെന്നല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്. സൂറത്തുൻ നൂറിൽ കാണാം, കുല്ലിൽ മുഅ്മിനീൻ, നബിയെ മുഅ്മിനീങ്ങളായ ആണുങ്ങളോട് പറയണേ,
യഗുദ്ദു മിൻ അബ്സാരിഹിം അവരുടെ കണ്ണുകളെ ചിമ്മാൻ വേണ്ടിയിട്ട് വയഹ്ഫളു ഫുറൂജഹും അവരുടെ ഗുഹ്യങ്ങളെ സംരക്ഷിക്കാനും അതേ മുഅ്മിനീങ്ങളായ ആളുകളോട് പറയണമെന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ذَلِكَ أَزْكَىٰ لَهُمْ إِنَّ اللَّهَ خَبِيرٌ بِمَا يَصْنَعُونَ അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത് എന്ന് വിശുദ്ധമായ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. ഹമാസിന്റെ തടങ്കലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ജൂത സ്ത്രീകൾ പറഞ്ഞത് ഞങ്ങളോട് അവർ മാന്യമായി പെരുമാറിയെന്നാണ്. ഇതിനവരെ പ്രേരിപ്പിച്ചത് ഇസ്ലാമാണ്. ഇതാണ് ഇസ്ലാമിന്റെ മഹത്വം. അത് നാം മനസ്സിലാക്കണം. ഇന്നത്തെ തെറ്റായ സാഹചര്യത്തിനൊരു വിഭാഗം മാത്രമാണ് കുറ്റക്കാരെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ പറയുന്നതും ശരിയല്ല. മറിച്ച് രണ്ട് ഭാഗത്തും വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ട്. സ്ത്രീകളുടെ ഭാഗത്തുനിന്നും വീഴ്ചകളുണ്ട്, ആണുങ്ങളുടെ ഭാഗത്തു നിന്നും വീഴ്ചകളുണ്ട്. ഒരു വിഭാഗത്തെ മാത്രം പറയാൻ പാടില്ല. പുതിയ പഠനങ്ങൾ പ്രകാരം കുട്ടികൾ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്നത് സ്വന്തം വീട്ടിലും വേണ്ടപ്പെട്ട അയൽവാസികളുടെ വീടുകളിലുമാണ്. എന്തുകൊണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു? ഒരു ഭാഗത്തും അകലം നഷ്ടപ്പെടുകയാണ്, മറ്റു ഭാഗത്ത് വിശ്വസിച്ചവർ ചതിക്കുകയാണ്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് ഒരിക്കൽ നബിതങ്ങളും അതുപോലെ നബിയുടെ ഭാര്യമാരും ഇരിക്കുന്ന സദസ്സിലേക്ക് മഹാനായിരിക്കുന്ന ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു കണ്ണു കാണാത്ത സ്വഹാബിയാണ്. കണ്ണ് കാണാത്ത ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു, കാഴ്ചയില്ലാത്ത ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അപ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത് ഇഹ്തജബാ മിൻഹു, അവരിൽ നിന്ന് നിങ്ങൾ മറഞ്ഞു നിൽക്കണേ, ഇവിടെ നിന്ന് നിങ്ങൾ കയറി പോകണേ എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കണ്ണ് കാണാത്ത സ്വഹാബിയാണ് വന്നത്. അവിടുന്ന് ഭാര്യമാര് ചോദിച്ചു, അല്ലയോ നബിയെ, അലൈസ ഹുവ അഅ്മാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ, കണ്ണ് കാണാത്ത അന്ധനായ ആളല്ലയോ അവർ നമ്മളെ കാണുകയില്ലല്ലോ, ഇവിടെ ആരാണ് ഉള്ളത് എന്ന് തിരിച്ചറിയുകയില്ലല്ലോ എന്ന് അവർ തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത് ഫഖാല റസൂലുള്ളാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത് അഫഉംയവാനി അൻതുമാ, നിങ്ങൾ രണ്ടുപേരും അന്ധരാണോ? അലൈസുമാ തുബ്സിറാനിഹി, അവരെ നിങ്ങൾ കാണുകയില്ലേ എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ പ്രശ്നങ്ങൾ കേവലം സിനിമാ ലോകത്തിന്റെ മാത്രം പ്രശ്നമാണോ? അല്ല, മറിച്ച് നിയമത്തെ മാനിക്കാത്ത സർവ മേഖലകളുടെയും പ്രശ്നമാണ്. വീടിന്റെ ഉള്ളറകൾ പോലും ഇന്ന് സ്ത്രീ വിരുദ്ധരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സിനിമാ ലോകത്ത് നടക്കുന്നത് പോലെ ഭാര്യമാരും എങ്ങാനും തുറന്ന പറച്ചിലുകൾ നടത്തിയാൽ കോടാനുകോടി മാന്യന്മാരുടെ മുഖമൂടികൾ അഴിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അവിടെ രക്ഷപ്പെടുന്നവർ മാത്രമാണ് ജീവിതത്തിലെ യഥാർത്ഥ മാന്യന്മാർ. അതാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി വഅന ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമന്മാർ നിങ്ങളുടെ ഭാര്യമാരോട്, നിങ്ങളുടെ കുടുംബക്കാരോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നവരാണ്. എന്റെ കുടുംബത്തെ ഞാൻ ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നുണ്ട് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മുമ്പേ പഠിപ്പിക്കുകയാണ്. ഏത് സാഹചര്യങ്ങളിൽ നോക്കിയാലും, ക്രിക്കറ്റിന്റെ സ്ഥലങ്ങളിലാണെങ്കിലും ഫുട്ബോളിന്റെ സ്ഥലങ്ങളിലാണെങ്കിലും ഏത് ഭാഗത്തേക്ക് നോക്കിയാലും പ്രശ്നം തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല
നല്ല നിലയിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നാം മാന്യന്മാരായി മാറണം, കുടുംബത്തിൽ നല്ലവരായി പെരുമാറണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ തൊട്ടു മുമ്പ് അവസാനമായി നടത്തിയ നസീഹത്തില് അവിടുന്ന് പറഞ്ഞത് സ്ത്രീകളെ നിങ്ങൾ മാനിക്കണം, അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നായിരുന്നു. മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മുടെ വിവാഹ വേദികളുടെ അവസ്ഥ എന്താണ്? അതേ, അവിടെ മറകളെല്ലാം പൊളിക്കപ്പെട്ടു പോയില്ലേ? അകലങ്ങളെല്ലാം കുറഞ്ഞില്ലേ? എല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. വരുന്നവരെയെല്ലാം കൈപിടിച്ച് സ്വീകരിക്കുകയാണ്. അത് അന്യരാണോ അല്ലേ എന്നൊരു നോട്ടമില്ല. സദസ്സിന്റെ മുന്നിൽ സ്ത്രീകളും പുറകിൽ പുരുഷന്മാരെയും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അവരെങ്ങനെ മാറിമറിഞ്ഞ് വേദികൾ ഹറാമുകളുടെ കൂമ്പാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിന് തൊട്ടടുത്ത കസാരയിൽ ആരെന്ന് പോലും നോക്കാത്ത രീതിയിലാണ് നമ്മുടെ പല കല്യാണ വീടുകളും മണ്ഡലങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തന്നെ ആരെന്ത് പറഞ്ഞാലും നാം അള്ളാഹുവിന്റെ വാക്കിന് വില കൽപ്പിക്കണം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം. അല്ലാത്ത പക്ഷം അപകടങ്ങൾ സുനിശ്ചിതമാണ്. അതേ, ചെരുപ്പിനൊത്ത് കാൽ മുറിച്ചവരുടെ മുറിവുകൾ ഇന്ന് ഉണങ്ങാത്ത മരുന്നുകളായി മാറുകയാണ്, മരുന്നുകൾ ഫലിക്കാത്തതായി മാറുകയാണ്. ഇതുപോലെയാണ് ഹറാമിൽ മുങ്ങിത്താണവരുടെ അവസ്ഥ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, തിൽക ഹുദൂദുല്ലാഹ് ഫലാ തഅ്തദൂഹാ. അത് അല്ലാഹുവിന്റെ നിയമങ്ങളാണ്. അല്ലാഹുവിന്റെ നിയമങ്ങളെ നിങ്ങൾ അതിരിവിട്ട് കടക്കരുതേ. വമൻ യതഅദ്ദാ ഹുദൂദല്ലാഹ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. അള്ളാഹുവിന്റെ നിയമങ്ങളെ ആരെങ്കിലും അതിരുവിട്ട് കഴിഞ്ഞാൽ അവരാണ് ഏറ്റവും വലിയ അക്രമികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ 229 ആയത്തിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് സ്ത്രീകളെ നാം മാനിക്കണം. വീട്ടിലായാലും പുറത്തായാലും അനാവശ്യമായ നോട്ടങ്ങൾ പോലും നാം ഒഴിവാക്കേണ്ടതാണ്. അതിരുകളില്ലാതെ ഭാര്യമാരോട് പെരുമാറാതിരിക്കാൻ, നല്ല നിലയിൽ പെരുമാറാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. ഒപ്പം സ്ത്രീകൾ അവരുടെ സുരക്ഷയുടെ വഴികൾ ഉറപ്പുവരുത്തേണ്ടതുമാണ്. വേഷവിധാനങ്ങൾ സൂക്ഷിക്കുക, അകലം പാലിക്കുക, രണ്ട് വിഭാഗവും നിയമത്തെ മാനിക്കുക ഇത്യാദി കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിലൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്ന കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്വല്ലു അലൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ